ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കായവട്ടത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. പണ്ടെല്ലാം വീട്ടിലെ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റം ആണ് കേട്ടാ ഈ കായവട്ടം. കായവട്ടവും കഞ്ഞിയും ചമ്മന്തിയും അതാണ് ബെസ്റ്റ് കോമ്പിനേഷനും കേട്ടാ. അപ്പോൾ ഞാനിവിടെ നേന്ത്രക്കായ വെച്ചിട്ടാണ് കായവട്ടം ചെയ്തെടുക്കുന്നത്. ചെറിയ കായ വെച്ചിട്ടും നിങ്ങൾക്ക് കായവട്ടം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇത് ചോറിന്റെ കൂടിയും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ കായവട്ടം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് നേന്ത്രക്കായ വെച്ചിട്ട് ഒരു കായവട്ടം ചെയ്താലോ? കായവട്ടം എന്ന് കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ടട്ടാ. ഈ നേന്ത്രക്കായ വട്ടത്തിൽ മുറിച്ചിട്ടിട്ട് വറവാക്കുന്നതിനാണ് നമ്മുടെ നാട്ടിൽ കായവട്ടം എന്ന് പറയട്ടാ. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വറവാണ്, പക്ഷെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. കായവട്ടത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ ഒരു പച്ചക്കായാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ഒരു നേന്ത്രക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങ വേണം, വെളിച്ചെണ്ണ വേണം, ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി വേണം, ഒരു 2 അല്ലി വെളുത്തുള്ളി ഞെലച്ചിട്ട് അത് ലാസ്റ്റ് ടൈമിൽ നമ്മൾക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് കടുക് വേണം, വറ്റൽമുളക് വേണം, കറിവേപ്പില വേണം, പിന്നെ പച്ചമുളക് വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കായവട്ടം വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഈ നേന്ത്രക്കായന നമുക്കൊന്ന് വട്ടത്തിൽ മുറിച്ചിട്ടെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കത് ചെയ്യാം. ഇതാ ഞാനിവിടെ കായ വട്ടത്തിൽ മുറിച്ചിട്ടുണ്ട് കേട്ടാ. കണ്ട, ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് വറവാക്കുന്നത് കൊണ്ടാണ് ഇതിനെ കായവട്ടം എന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് നടുക്കടെ കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വറവാണ് കേട്ടാ. അപ്പൊ നമുക്ക് വറവാക്കാൻ വേണ്ടിയിട്ട് ഏത് പാത്രത്തിലാണ് നമ്മൾ വറവാക്കുന്നത് വെച്ചാൽ ആ പാത്രം ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഈ മുറിച്ചിട്ട കായ ഉണ്ടല്ലോ അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഈ 2 പച്ചമുളകും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മുളകിന്റെ എരിവ്, പച്ചമുളകിന്റെ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് പിന്നെയും ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങയുണ്ടല്ലോ ആ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഞാനൊരു കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു 10 മിനിറ്റ് സമയം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ കായ വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ഇളക്കിയാൽ ചിലപ്പോൾ ഇതെല്ലാം പൊടിഞ്ഞു പോകും. അവിടെ നമുക്ക് ഇനി അധികം ഇളക്കി കൊടുക്കണ്ട. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം ഒന്ന് അടച്ചു വെച്ച് ഏകദേശം വെന്ത് വരുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. നമ്മളെ കായ വറവാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കായെല്ലാം ഏകദേശം വെന്ത് വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച 2-3 അല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുറിച്ചിട്ട കായ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്ത് നോക്കി, എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അധികം ഇത് കയ്യിലിട്ട് ഇളക്കണ്ട, കാരണം ഇത് അതിന്റെ മുകളിലത്തെ ആ വട്ടമില്ലേ അത് പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് വെള്ളം കുറച്ചും കൂടി വറ്റട്ടെ, എന്നാൽ ഫുള്ള് വെള്ളം വറ്റണ്ട കേട്ടാ. കുറച്ച് ചെറുതായിട്ടൊരു വെള്ളത്തിന്റെ പറ്റ് ഉണ്ടായിരിക്കണം, എന്നാലാണ് ഇതിന്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. അതിനുശേഷം നമുക്ക് വറുത്തിട്ട് കൊടുക്കാം.
നിങ്ങൾക്ക് ഇത് നേന്ത്രക്കായ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, പണ്ടെല്ലാം നമ്മുടെ വീട്ടിലെല്ലാം വാഴയെല്ലാം സ്വന്തമായിട്ട് കൃഷിയെല്ലാം ചെയ്യുന്നവർക്ക് വാഴ ഇത് മൂക്കാണ്ട് വാഴ കൊലയിൽ ഇങ്ങനെ ഒടിഞ്ഞു പോവില്ലേ, അപ്പോ ഒടിഞ്ഞു പോകുന്ന ആ ചെറിയ കായ ഉണ്ടല്ലോ, നേന്ത്രക്കായ അല്ലാണ്ട് തന്നെ ആ ചെറിയ കായ വെച്ചിട്ട് നമ്മൾ വീട്ടിലെല്ലാം ഇത് ചെയ്തെടുക്കും കേട്ടോ. ആ കായ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലെല്ലാം മൈസൂർ കായ എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് പാളയം കോടൻ കായയില്ലേ, ചെറിയൊരു കായ, ആ ഒരു കായ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്ത് എടുക്കും കേട്ടോ. കണ്ട, ഇതിപ്പം കറക്റ്റ് ആയിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടണം. കണ്ട, കായെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ കായയിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പാത്രം ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാത്രം ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ തണുപ്പ് ടൈമാട്ടോ, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ കട്ട കെട്ടിയിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇത് കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം, വറവിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. നമ്മള് കായ വറവിലേക്ക് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയുണ്ട് നമ്മളെ കായവട്ടം? അടിപൊളിയല്ലേ കാണാൻ? ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റ് ആണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വറവാണ് കേട്ടാ. അപ്പൊ ഇങ്ങനെ കായവട്ടം ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടാ. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.